എല്ലാവർക്കും നമസ്കാരം. ജോമൻസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് ഞാൻ നിൽക്കുന്നത് കട്ടപ്പനയാണ്. കട്ടപ്പനയിൽ അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഇരട്ടയാറിൽ നിന്നും ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകാണ്ട് നിർമ്മിച്ച തുരങ്കമുണ്ട്. ഇവിടെ വെള്ളം പോകാനുള്ള ടണൽ. അപ്പോൾ ആ ടണലിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പം നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്വദേശികളും വിദേശികളുമായുള്ള നിരവധി ആളുകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ കാണാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടണലിൻ്റെ നിർമ്മാണം 1974 മാർച്ച് 10 ആരംഭിച്ചു. 1980 ജനുവരി 30 ഉദ്ഘാടനം ചെയ്തത്. ഈ ടണലിൻ്റെ നീളം എന്ന് പറയുന്നത് 5 കിലോമീറ്ററാണ്. വ്യാസം 24 അടിയും. 15 അടി നീളത്തിൽ ഉള്ളിലേക്ക് ജാക്ക് ഹാമർ ഉപയോഗിച്ച് തുറന്ന് 1500 ഇലക്ട്രിക് തോട്ട ഒരു റൗണ്ട് വെച്ച് പൊട്ടിച്ച് നിർമ്മിച്ചതാണ് ഈ ടണൽ. 3 കിലോമീറ്റർ ഇവിടെ നിന്നും ഇരട്ടയാറ്റിലേക്കും ഇരട്ടയാറിൽ നിന്ന് 2 കിലോമീറ്റർ ഇങ്ങോട്ടും തുറന്ന് യോജിപ്പിച്ചതാണ് ഈ ടണൽ. ഈ ടണൽ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരല്ല, നമ്മുടെ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡാണ് നിർമ്മിച്ചത്. ഇത് നമ്മുടെ ആലപ്പുഴയിലെ ഓൾക്കാര ഡ്രൈവേഴ്സ് ചങ്ക് ബ്രോസ് ആണ് കേട്ടോ. അവരുടെ ഒരു ഗ്രൂപ്പാണിത്. അവർ അഞ്ചുരുളി കാണാൻ വേണ്ടി വന്നതാണ്. എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെട്ടു. ഈ ടണലിൻ്റെ സാങ്കേതിക വിദ്യ ഒരു കാനഡ കമ്പനിയാണ്. പേര് SNC എന്നാണ്. SNC ലാവലിൻ കാനഡ എന്നാണ്. ഇതിൻ്റെ കോൺട്രാക്ടർ വൈലിപ്പിള്ള കോലഞ്ചേരിയാണ്. ഇരട്ടയാറ്റിൽ ഡാം നിർമ്മിച്ചിട്ട് കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിൻ്റെ അടിയിൽ കൂടിയാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇടുക്കി പദ്ധതിയുടെ 3ാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായാണ് ഈ ജലസംഭരണിയിലേക്ക് ഹൈറേഞ്ചിന് നിരവധി സ്ഥലങ്ങളിൽ പെയ്യുന്ന വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ടണൽ നിർമ്മിച്ചത്. നിരവധി മലയാള സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിലൊന്നാണ് ഇയോബിൻ്റെ പുസ്തകം, അതുപോലെ ലൈഫ് ഓഫ് ജോസൂട്ടി. ഇയോബിൻ്റെ പുസ്തകത്തിലെ ലാസ്റ്റ് ഫൈറ്റ് സീൻ ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടണലെല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മളിനി തിരിച്ചു പോവാണ്. നിരവധി ആളുകളാണ് ഈ ടണൽ കാണാൻ വേണ്ടി വരുന്നത്. പക്ഷേ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു സുരക്ഷിതത്വം നമുക്കിവിടെ ഇത് ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ പാറയിലേക്ക് ഇറങ്ങാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ തെന്നി വീഴാനോ ഒക്കെ സാധ്യതയുണ്ട്. നമ്മൾ തിരിച്ച് നടന്നു വരുമ്പോഴത്തേന് വല സൈഡായിട്ടൊരു ഫ്ലെക്സ് അടിച്ച് വെച്ചിരിക്കുന്നതാണ് ബോർഡ്. ആ ബോർഡിൽ ഈ ടണലിൻ്റെ ചില പ്രത്യേകതകളാണ് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ താഴെ അടുക്കടുക്കായിട്ട് കണ്ടോ ഡാമിൻ്റെ, അത് അവിടെ എല്ലാം വെള്ളം കയറുന്നതാണ്. അതുപോലെ നിരവധി ആളുകൾ ഈ ഡാമിൽ നിന്ന് മീൻ പിടിച്ച് വിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്രമാത്രം വീഡിയോയ്ക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിരവധി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ഡാമിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.